PSC ഭ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 11 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞത് 2020 ഒരു PSC ബുള്ളറ്റിൻ ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോ സീരീസ്. അപ്പോൾ അതിൽ ഞാൻ ഏകദേശം അതിൻ്റെ ഒരു ടോപ്പിക്ക് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് ലെങ്തിയാണ്. അപ്പോൾ ഞാനത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതൊരു 2020 വർഷത്തിലെ റിവിഷൻ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് PSC ബുള്ളറ്റിൻ 2020 പ്ലസ് ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സും ചേർത്തിട്ടുള്ള ഒരു 2020 റിവിഷൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം PSC ബുള്ളറ്റിൻ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബേസിസിൽ നമ്മൾ 2020 വർഷം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പലതും അതിൽ മിസ്സായി പോകും. അപ്പോൾ അങ്ങനെ മിസ്സാവുന്നത് കൊണ്ട് ആ ഒരു ന്യൂസ് പേപ്പർ ഫാക്റ്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു 2020 റിവിഷൻ വീഡിയോ എന്ന ഒരു സീരീസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഉദ്ദേശിച്ചത് ഏകദേശം 2 സീരീസിനുള്ളിൽ തീർക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഡാറ്റ എഴുതി തയ്യാറാക്കിയപ്പോൾ ഒരുപാട് ഡാറ്റയുണ്ട്. അപ്പോൾ മിക്കവാറും അത് 2 സീരീസിൽ നിൽക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് കുറച്ച് ഒരു ഷോർട്ട് വീഡിയോ പോലെ ആയിട്ട് ഒരു 30 മിനിറ്റ് മാക്സിമം ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഓരോ പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു ആദ്യത്തെ പാർട്ടിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൽ നമ്മൾ 2020 കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിനും അതിൻ്റെ പുതിയ വിവരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ ആരംഭിക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങൾ ഉത്തരം നോക്കാം. അടുത്തിടെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആരംഭിച്ചിട്ടുള്ള റേഡിയോ ചാനലിൻ്റെ പേരാണ് ഫ്രീഡം സിംഫണി. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര സ്വിമ്മിംഗ് ഫെഡറേഷൻ ബ്യൂറോ മെമ്പർ ആയി എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വീരേന്ദ്ര നാനാവതി. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പ്രകടന വിലയിരുത്തൽ സൂചികയിൽ A++ ഗ്രേഡ് കിട്ടിയ സംസ്ഥാനങ്ങളിൽ പെടാത്തത് കർണാടകയാണ്. അപ്പോൾ തമിഴ്നാട്, കേരളം, പഞ്ചാബ് ഈ 3 സംസ്ഥാനങ്ങളും A++ ഗ്രേഡ് നേടിയിട്ടുണ്ട്. ബെസ്റ്റ് ഒറിജിനൽ സ്കോർ എന്ന വിഭാഗത്തിൽ 2021 വർഷത്തിലെ ഹോളിവുഡ് നോർത്ത് ഫിലിം അവാർഡ് ലഭിച്ചിട്ടുള്ള മലയാളിയാണ് ജയദേവൻ നായർ. ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്തിൻ്റെ ആസൂത്രണ സമിതിയിലാണ് ഒരു ട്രാൻസ്ജെൻഡർ അംഗത്വം നേടിയിരുന്നത്? ഇപ്പോൾ തമിഴ്നാടിൻ്റെ ആസൂത്രണ സമിതിയിലാണ് ഒരു ട്രാൻസ്ജെൻഡർ അടുത്തിടെ അംഗത്വം നേടിയിട്ടുള്ളത്. ആ ഒരു വ്യക്തി തന്നെയാണ് ഞാനെന്ന് പറഞ്ഞത്. ആദ്യത്തെ പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തിയും ആ ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതൊന്ന് നോക്കണം, ആ ഒരു വ്യക്തിയുടെ പേര് ഒന്ന് ഓർത്തു വെക്കണം. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ തുടങ്ങാം. ആദ്യ ചോദ്യം ഇതാണ്, 47ാമത് G7 ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണ്? അടുത്തിടെയാണ് 47ാമത് G7 ഉച്ചകോടി ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ബ്രിട്ടനാണ്. അപ്പോൾ ബ്രിട്ടനാണ് 2021 47ാമത് G7 ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം. അപ്പോൾ ഇപ്രാവശ്യം ഒരു ഹൈബ്രിഡ് രീതിയിലാണ് സമ്മേളനം നടക്കുന്നത്. പൂർണ്ണമായിട്ടും അതൊരു സാധാരണ നടക്കുന്ന ഒരു സമ്മേളനം പോലെയല്ല. കാരണം കോവിഡ് പശ്ചാത്തലത്തിൽ അങ്ങനെ നടത്താനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞു G7 2021 47ാമത് ഉച്ചകോടിയാണ് 2021 നടക്കുന്നത്. അതിൻ്റെ ആദ്യ അധ്യക്ഷ പദവി വഹിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം അഥവാ UK ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ വർഷത്തെ പ്രമേയം അല്ലെങ്കിൽ ഈ വർഷത്തെ ഉച്ചകോടിയുടെ തീം ആണ് ബിൽഡ് ബാക്ക് ബെറ്റർ. ബിൽഡ് ബാക്ക് ബെറ്റർ എന്നതാണ് ഈ വർഷത്തെ അതിൻ്റെ ഒരു പ്രമേയം. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഓസ്ട്രേലിയ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, ദക്ഷിണാഫ്രിക്ക, ഇന്ത്യ ഈ 4 രാജ്യങ്ങൾ ഇപ്രാവശ്യത്തെ G7 ഉച്ചകോടിയിൽ അതിഥി രാജ്യങ്ങളായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ഓർത്തു വെക്കണം. ഓസ്ട്രേലിയ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, ദക്ഷിണാഫ്രിക്ക, അതുപോലെ തന്നെ ഇന്ത്യയും. അപ്പോൾ ഇന്ത്യ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. പ്രമേയം പഠിക്കണം, അതിൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണെന്ന് പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം.
അപ്പോൾ നമുക്കിനി കുറച്ച് മുൻപത്തെ കാര്യങ്ങൾ, അതായത് 46ാമത് G7 ഉച്ചകോടി നടന്നത്. അപ്പോൾ 46ാമത് ഉച്ചകോടി നടന്നിട്ടില്ല. അത് അമേരിക്കയിലാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ കോവിഡ് പശ്ചാത്തലത്തിൽ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് 45ാമത് ഉച്ചകോടി ഒന്ന് പഠിച്ചു നോക്കണം. 45ാമത് G7 ഉച്ചകോടി നടന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ ബിയാരിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് 2019 45ാമത് G7 ഉച്ചകോടി നടന്നത്. അതിനുശേഷം ഇപ്പോൾ നടക്കാൻ പോകുന്നത് 47ാമത് G7 ഉച്ചകോടിയാണ്. യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടനിലാണ് നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിൽ 2ാം തവണയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 2019 G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ അതിൽ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് G7 രാജ്യങ്ങൾ ഏതൊക്കെയാണ് G7 രാജ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. G7 രാജ്യങ്ങളായിട്ട് പറയാനുള്ളത് ഒന്ന് കാനഡയാണ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത്രയും രാജ്യങ്ങളാണ് G7 അംഗമായിട്ടുള്ളത്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ പേരുകളും ഒന്ന് പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ആണ് 47ാമത് G7 ഉച്ചകോടി നടക്കുന്നത്. അതിന് അധ്യക്ഷ പദവി വഹിക്കുന്നത് ബ്രിട്ടനാണ്. ഇത്രയും കാര്യങ്ങളെന്ന് ഓർത്തു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2021 ജൂൺ മാസം ഇന്ത്യയും ഏത് രാജ്യത്തെ നാവിക സേനയും തമ്മിലാണ് സംയുക്ത നാവിക അഭ്യാസം നടന്നത്? അപ്പോൾ ഇന്ത്യയും തായ്ലൻഡും തമ്മിലാണ് അടുത്തിടെ 2021 ജൂൺ മാസം ഒരു സംയുക്ത നാവിക അഭ്യാസം നടന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കാരണം നാവിക അഭ്യാസം ഇന്ത്യയും ഏതെങ്കിലും ഒരു രാജ്യങ്ങളുമായിട്ട് നടക്കുന്ന സംയുക്ത നാവിക അഭ്യാസം അല്ലെങ്കിൽ സൈനിക അഭ്യാസം നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം നിരവധിയായിട്ട് അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരടക്കം തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ നടന്നിട്ടുള്ളത് ഇൻഡോ തായ്ലാൻഡ് കോർപാറ്റ് ആണ്. ഇൻഡോ തായ്ലാൻഡ് കോർപാറ്റ് എന്നാണ് അതിൻ്റെ കോർപാറ്റ് എന്നതിൻ്റെ ഫുൾ ഫോമാണ് കോർഡിനേറ്റഡ് പെട്രോൾ. ഓർത്തുക, കോഓർഡിനേറ്റഡ് പെട്രോൾ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് കോർപാറ്റ്. അപ്പോൾ ഇൻഡോ തായ് കോർപാറ്റ് ആണ് ഈ വർഷം 2021 ജൂൺ മാസം നടന്നത്. അപ്പോൾ അത് 31ാമത് നാവിക അഭ്യാസമാണ് ഇപ്പോൾ നടക്കുന്നത്. 31ാമത് കോർപാറ്റ് ആണ് നടക്കുന്നത്, കോർഡിനേറ്റഡ് പെട്രോൾ ആണ് നടക്കുന്നത്. ഇപ്പോൾ 2005 ആദ്യമായിട്ട് സംയുക്ത നാവിക അഭ്യാസം ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ നടക്കുന്നത്. അപ്പോൾ ഈ കോർഡിനേറ്റഡ് പെട്രോൾ ഇന്ത്യയും തായ്ലൻഡും മാത്രമല്ല, ഇന്ത്യയും ഇന്തോനേഷ്യയും അങ്ങനെയുള്ള പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ സംഘടിപ്പിക്കുന്നുണ്ട്. അതും ഒന്ന് ഓർത്ത് വെക്കണം. കോർപാറ്റ് എന്നത് ഇന്ത്യയും തായ്ലൻഡും മാത്രമുള്ള ഒരു നാവിക അഭ്യാസമല്ല, ഇന്തോ തായ് കോർപാറ്റ് ആണ് ഇപ്പോൾ ജൂൺ മാസം നടന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യയുടെ കപ്പലാണ് INS സരയു. INS സരയു ആണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. 2021 പെൻ പിൻഡർ പുരസ്കാരം, 2021 വർഷത്തിലെ പെൻ പിൻഡർ പ്രൈസ് ലഭിച്ച വ്യക്തി ആരാണ്? സിറ്റ്സി ദംഗരേമ്പ എന്നറിയപ്പെടുന്ന സിംബാബ്വെ എന്നുള്ള ഒരു വ്യക്തിയാണ് 2021 പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ച വ്യക്തി. അപ്പോൾ ഈ ഒരു വ്യക്തി സിംബാബ്വെയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് ജയിൽവാസമൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2021 വിജയിയുടെ പേര് സിറ്റ്സി ദംഗരേമ്പ എന്നാണ്. അപ്പോൾ നമുക്ക് ആ വ്യക്തിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ 2021 പെൻ പിൻഡർ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള ആ പുസ്തകമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ദിസ് മോണബിൾ ബോഡി എന്ന് പറയുന്ന ഈ ഒരു പുസ്തകമാണ്. ഇത് 2021 റീസെൻ്റ് ആയിട്ടുള്ള ബുക്കർ പ്രൈസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തു വെക്കണം. ദ മോണബിൾ ബോഡി എന്നതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പിന്നെ പറയാനുള്ളത്, ഈ ഒരു പുരസ്കാരം നോബൽ പുരസ്കാര ജേതാവായിട്ടുള്ള ഹാരോൾഡ് പിൻഡർ, ഓർത്തു നോക്കുക, നോബൽ പുരസ്കാര ജേതാവായിട്ടുള്ള ഹാരോൾഡ് പിൻഡറിൻ്റെ നാമത്തിലാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. 2009 മുതലാണ് ഈ ഒരു പുരസ്കാരം നൽകി തുടങ്ങിയത്. സ്വതന്ത്ര സംഭാഷണ പ്രചാരകരായിട്ടുള്ള
ഇംഗ്ലീഷ് പെൻ ആണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കണം. ഇനി പറയാനുള്ള മറ്റൊരു ഫാക്റ്റാണ്, ഈ ഒരു വ്യക്തി സിഡ്സി ദങ്കരേമ്പ എന്ന് പറയുന്ന വ്യക്തി 25-ാം വയസ്സിലാണ് ഒരു പുസ്തകം എഴുതിയത്. ആ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് നെർവസ് കണ്ടീഷൻസ്. അപ്പോൾ ഈ നെർവസ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ പുസ്തകം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് BBC-യുടെ ലോകത്തെ രൂപപ്പെടുത്തിയ 100 പുസ്തകങ്ങൾ എന്ന ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് നെർവസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ഒരു പുസ്തകത്തിൻ്റെ രചയിതാവും സിഡ്സി ദങ്കരേമ്പ തന്നെയാണ്. അപ്പോൾ സിംബാബ്വൻ സ്വദേശിയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. 2021 വർഷത്തിലെ പെൻ പിന്നർ പുരസ്കാര ജേതാവാണ് ദ മോണബിൾ ബോഡി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള സിഡ്സി ദങ്കരേമ്പ എന്ന് പറഞ്ഞ സിംബാബ്വേയിൽ നിന്നുള്ള ഒരു വ്യക്തി. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ 2021 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരം ഏതാണ്? ഇപ്പോൾ ലോകത്ത് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നഗരം ആണ് ഈ ഒരു ഇൻഡെക്സിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻഡെക്സിൽ പട്ടികയിൽ ഏറ്റവും ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു നഗരം എന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരം ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇതാണ്, ഓക്ലാൻഡ്. ന്യൂസിലൻഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഒരു നഗരമാണ് ഓക്ലാൻഡ്. അപ്പോൾ ആ ഒരു നഗരമാണ് 2021 വർഷത്തിലെ ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള ഒരു നഗരം ന്യൂസിലൻഡിൻ്റെ തലസ്ഥാനമാണ്. അത് പ്രത്യേകം ഒന്ന് ഓർത്തു നോക്കണം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഈ ഇൻഡെക്സിൽ ആദ്യ 1-ാം സ്ഥാനത്തുള്ളത് ഓക്ലാൻഡ് ആണെന്ന് പറഞ്ഞു, ന്യൂസിലൻഡിൻ്റെ തലസ്ഥാനമാണ്. 2-ാം സ്ഥാനത്തുള്ളത് ജപ്പാൻ്റെ നഗരമായിട്ടുള്ള ഒസാക്കയാണ്. 3-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയൻ നഗരമായിട്ടുള്ള അഡിലെയ്ഡാണ്. ഒസാക്ക നഗരം ജപ്പാനിലാണ്, അത് 2-ാം സ്ഥാനത്താണ്. 4-ാം സ്ഥാനത്ത് 2 നഗരങ്ങളുണ്ട്. ഒന്ന് വെല്ലിംഗ്ടൺ ആണ്, വെല്ലിംഗ്ടൺ ന്യൂസിലൻഡിൽ തന്നെയാണ്. 2-ാമത് ടോക്കിയോ ആണ്, ജപ്പാനിലെ ടോക്കിയോ ആണ് 4-ാം സ്ഥാനത്തുള്ളത്. ഇനി ഇതിൽ 5-ാം സ്ഥാനത്തുള്ള നഗരമാണ് പേർത്ത്, ഓസ്ട്രേലിയയിലുള്ള ഒരു നഗരം തന്നെയാണ് പേർത്ത്. അപ്പോൾ ഇതാണ് ആദ്യ 5 സ്ഥാനക്കാരായിട്ടുള്ള നഗരങ്ങൾ, ഏറ്റവും വാസയോഗ്യമായിട്ടുള്ള നഗരങ്ങളായിട്ട് പറയാൻ പറ്റുന്ന 5 നഗരങ്ങൾ. ഇനി ഈ ഒരു പട്ടികയിൽ ഏറ്റവും അവസാനമുള്ളത് എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് വാസയോഗ്യമായിട്ടുള്ളത്, ലീസ്റ്റ് ലിവബിൾ സിറ്റി എന്നറിയപ്പെടുന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത് ദമാസ്കസ് ആണ്. സിറിയൻ തലസ്ഥാനമായിട്ടുള്ള ദമാസ്കസ് ആണ് 1-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്ത് ലാഗോസ് ആണ്, നൈജീരിയയിലുള്ള ലാഗോസ് എന്ന് പറഞ്ഞ ഒരു നഗരമാണ് 2-ാം സ്ഥാനത്തുള്ളത്. 3-ാം സ്ഥാനത്ത് പോർട്ട് മോർസ്ബി ആണ്, പപ്പുവ ന്യൂഗിനിയിലുള്ള പോർട്ട് മോർസ്ബി എന്ന് പറഞ്ഞ ഒരു നഗരമാണ്. അപ്പോൾ ഈ ഒരു 3 നഗരങ്ങളൊന്ന് പഠിച്ചു നോക്കണം. ലീസ്റ്റ് ലിവബിൾ ആണ്, ഏറ്റവും കുറച്ച് വാസയോഗ്യമായിട്ടുള്ള നഗരമായിട്ട് ദമാസ്കസും ഏറ്റവും വാസയോഗ്യമായിട്ടുള്ളത് ഓക്ലാൻഡുമാണ്, ന്യൂസിലൻഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഓക്ലാൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പട്ടികയിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റ്. അപ്പോൾ ഇത് നിരവധി ഇൻഡെക്സുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഒരു സംഘടനയാണ്, ഒരു സ്ഥാപനമാണ് എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഏത് രാജ്യത്തെ പട്ടാള ഭരണകൂടമാണ് സിവിലിയൻ നേതാവായിട്ടുള്ള ഓങ് സാങ് സൂചിക്കെതിരെ അഴിമതി കുറ്റം ചുമത്തിയത്? ഉത്തരം മ്യാൻമറാണ്. അപ്പോൾ മ്യാൻമറിൽ ഇപ്പോൾ നിലവിൽ പട്ടാള ഭരണമാണ് ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്നത്, പട്ടാളമാണ് ഭരണം നടത്തുന്നത്. ഇപ്പോൾ അവിടെ സിവിലിയൻ നേതാവായിട്ടുള്ള ഓങ് സാങ് സൂചിക്കെതിരെയാണ് നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഒരു അഴിമതി കുറ്റം ചുമത്തിയത്. അപ്പോൾ അത് ഓർത്ത് നോക്കണം. ഇന്ത്യയുടെ അയൽ രാജ്യമാണ്, അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുടെ കുറച്ച് അഫയേഴ്സൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. മ്യാൻമറിൽ ഇപ്പോൾ നിലവിൽ പട്ടാള ഭരണമാണ്. കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അടുത്ത ഫെബ്രുവരിയിലാണ്, 2021 ഫെബ്രുവരി മാസമാണ് അവിടെ മ്യാൻമറിലുള്ള ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു പട്ടാള ഭരണം ഏർപ്പെടുത്തിയത്.
അപ്പോൾ അങ്ങനെയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ആങ് സാൻ സൂചി എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് 1991 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, നൊബേൽ സമാധാനം 91 ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി സ്ഥാപിച്ചിട്ടുള്ള രാഷ്ട്രീയ മുന്നണിയാണ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി, NLD. അപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, NLD ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? അപ്പോൾ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്നത് മ്യാൻമറിലെ ഒരു രാഷ്ട്രീയ മുന്നണിയാണ്. അത് രൂപീകരിച്ച വ്യക്തിയാണ് ആങ് സാൻ സൂചി. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് നോക്കണം. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഈ അടുത്ത് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ചുമതലയിലേക്ക് 2 കൊല്ലം കൂടി കാലാവധി നീട്ടി പുനർനിയമിതനായ വ്യക്തി ആരാണ്? ഇപ്പോൾ RBIയുടെ ഡയറക്ടർ ബോർഡിലേക്ക് ഡെപ്യൂട്ടി ഗവർണറായിട്ട് വീണ്ടും 2 കൊല്ലത്തേക്ക് കാലാവധി നീട്ടുകയും അദ്ദേഹത്തിനെ പുനർനിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഉത്തരം മഹേഷ് കുമാർ ജെയിൻ ആണ്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തിയാണ് 2 കൊല്ലത്തേക്ക് മഹേഷ് കുമാർ ജെയിൻ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം, റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ RBIയുടെ ആസ്ഥാനം എല്ലാവർക്കും അറിയുന്നതാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അതുപോലെ തന്നെ RBI നിലവിലെ ഗവർണറുടെ പേര് എന്തായാലും പഠിച്ചു വെക്കണം, ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ് ആണ് നിലവിലെ RBI ഗവർണർ. അദ്ദേഹം 25ാമത് RBI ഗവർണറാണ്. അതും ഒന്ന് ഓർമ്മിച്ച് വെക്കണം, കാരണം കറണ്ട് അഫയേഴ്സിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. 25ാമത് RBI ഗവർണറാണ്. ഇനി നമുക്ക് RBIയുമായി ബന്ധപ്പെട്ട കുറച്ച് GK ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 അത് നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഒരു നിയമമാണ് 1926 ഹിൽട്ടൺ യങ് കമ്മീഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരാനായിട്ട് കാരണമായത്. അപ്പോൾ ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. അതൊന്ന് ഓർത്ത് നോക്കണം, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്ന ഇതും ഹിൽട്ടൺ യങ് കമ്മീഷൻ തന്നെയാണ്. ഈ ഒരു ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് RBI സ്ഥാപിതമായത്. അപ്പോൾ ഇത് നിരവധി തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റിക് GK ആണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നത്. അപ്പോൾ 1935 ഇത് രൂപീകരിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള 2 ചോദ്യം ഇതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്ത വർഷം ഏതാണ്? ദേശസൽക്കരിച്ച വർഷം ഏതാണ്? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത ചോദ്യം ഇതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ആരാണ്? അപ്പോൾ ഇതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. അപ്പോൾ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ആണെന്നുള്ളത് നിങ്ങൾ പറയണം. ഓസ്ബോൺ സ്മിത്ത് ആദ്യ ഗവർണർ. അപ്പോൾ RBIയുടെ ചിഹ്നത്തിലുള്ളത് കടുവയാണ്, മൃഗം കടുവയാണ്, മരം എന്ന് പറയുന്നത് എണ്ണപ്പനയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞു. 2 ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ളതാണ്, RBI നാഷണലൈസ് ചെയ്ത വർഷവും RBIയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണറും. അപ്പോൾ ഈ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളിലേക്കാണ് പോകേണ്ടത്. ആദ്യ ചോദ്യം ഇതാണ്, രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് വാഹന മേഖലയാകാൻ പോകുന്ന നഗരം ഏതാണ്? അരങ്ങേറ്റ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തി ആരാണ്? വേൾഡ് പെസ്റ്റ് അവയർനെസ് ഡേ ഏത് ദിവസമാണ്? ലോക ഭക്ഷ്യസുരക്ഷാ ദിനം വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ 2021 ഏത് ദിവസമാണ് ആചരിക്കുന്നത്? രാജ്യാന്തര ഫുട്ബോളിൽ 74 ഗോളുകളുമായി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന താരം ആരാണ്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.